മോനല്ലേ ജോമോൻ, എന്തിനാ ഇങ്ങനെ വന്ന് കൂടെ ഇരിക്കണേന്ന്? അവനെ വെച്ചോട്ട് കാണിക്കോ? വെച്ചോട്ട് കാണിക്കണോ? നല്ല മഴക്കാറായിരുന്നു കിഴക്ക്. മുഴുവൻ കാറ്റെടുത്തുണ്ടോ? ഭയങ്കര കാറ്റ്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. കിഴക്ക് നല്ല മഴക്കാറായിരുന്നു. അതിലാ പോയി പടിഞ്ഞാറോട്ട് തള്ളിക്കൊണ്ട് പോയിട്ടുണ്ട്. വയറ്റുവേദനയൊക്കെ പോയോ? വയറ്റുവേദനയൊക്കെ പോയോന്ന്? വയറ്റുവേദനയെ വയറ്റുവേദന വയറുവേദനയോ? വയറുവേദന പിന്നെ എപ്പം? ഇന്ന് പതിവില്ലാതെ ഉണ്ടായതല്ലേ? ഇന്ന് പതിവില്ലാതെ ഉണ്ടായതാണല്ലോ. ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ. പിന്നെ എന്നാ മരുന്ന് കഴിക്കണല്ലേ? മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്ന് കഴിക്കാത്തോണ്ടാ? മരുന്ന് കഴിക്കാത്തോണ്ടാ? ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കഴിക്കണം അല്ലേ? പിന്നെ ഏതോ ഡോക്ടറെ കൊണ്ട് മരുന്ന് കഴിച്ചാലും ഇടയ്ക്ക് നിർത്തുമ്പം വേറെ മാറി കഴിക്കണം. ഇതൊരു ഇത്ര കിടക്കാൻ പിന്നെ കിടക്കാൻ സമയമായില്ല. വന്നതേ ഉള്ളൂ. കഞ്ഞി കുടിച്ചേച്ചു ഇപ്പം ഇങ്ങനെ വന്നതേ ഉള്ളൂ. ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഓരോ പണികളല്ലായിരുന്നോ? ഞാൻ കുറുപ്പന്തറയ്ക്ക് പോയി ഇച്ചിരി സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതുവരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അമ്മ കണ്ടതല്ലേ ഞാൻ അപ്പുറം പണിയുന്നേ. ഓരോ സാധനമൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പം അമ്മയ്ക്ക് ഇവിടെ വയറുവേദനയാന്ന് പറഞ്ഞിരുന്നോണ്ട് ഞാനും ഇവിടെ ഇരിക്കുമല്ലോ. അമ്മയ്ക്ക് വയറുവേദനയാന്ന് പറഞ്ഞോണ്ടേ ഞാനും അങ്ങും പോയില്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് വയറുവേദനയായിരുന്നു. ഗ്യാസ് ഏതാണ്ടൊക്കെ ആയിരുന്നു. വയറ്റിൽ നിന്നൊക്കെ രാവിലെ ഇച്ചിരി ഒഴിച്ചിലും. മരുന്ന് കൊടുക്കണം. മരുന്ന് കൊടുത്തോണ്ടിരിക്കുക. അതുകൊണ്ട് കുറഞ്ഞെന്നാ പറഞ്ഞേ. കുറച്ച് മരുന്നൊക്കെ കൊടുത്തു. ഏറ്റ് നടക്കാറാവോളും. ഏറ്റ് നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഏറ്റ് നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല. എന്നാലും 2-3 ദിവസം താമസത്തെ ആവശ്യമാകുമ്പം പിന്നെ പറ്റിയല്ലേ? അത്രയൊക്കെ കുഴപ്പമൊന്നുമില്ല. ചെറിയ കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് എന്തെങ്കിലും കുറച്ച് പണിയൊക്കെ എടുക്കുകയും സമയത്ത് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പം ഓരോന്നിനും മാറ്റം വരും. സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. എന്തോ ചെറിയൊരു തട്ടുകേട് കിട്ടി. അതാ വയറ്റുവേദന ഉണ്ടായേ. ലൂസ് മോഷനിലായിരുന്നു. രാവിലെ ലൂസ് മോഷൻ ആയിരുന്നല്ലോ. വയറ്റിൽ നിന്ന് പോയില്ലേ? നമ്മുടെ നൈറ്റിയിലൊക്കെ പറ്റി അറിയാതെ പെട്ടെന്ന് അങ്ങ് പോയി അല്ലേ? അമ്മയുടെ കൂടെ ആരായിരുന്നു? അമ്മയുടെ കൂടെ ജോമോളുണ്ടായിരുന്നു. ജോമോളുണ്ടായിരുന്നേ. ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ആശുപത്രിയിലൊന്നും പോകേണ്ട വന്നില്ല. ഗ്യാസിൻ്റെ മരുന്നൊക്കെ കഴിച്ചപ്പോൾ അങ്ങ് കുറഞ്ഞു. പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു. മരുന്നൊക്കെ കഴിച്ചാണോ പോകുന്നത്? വീട്ടിൽ പോയിട്ട് മരുന്നൊക്കെ കഴിച്ചു. കഞ്ഞി കുടിച്ചോ? കഞ്ഞി ഞാൻ കുടിച്ചില്ല. അമ്മ കുടിച്ചില്ലേ? അല്ല, അമ്മ കുടിച്ചോ? അമ്മ കുടിച്ചു. അമ്മ കഞ്ഞി കുടിച്ച് അമ്മ കിടക്കുവാണ്. അങ്ങനെ ഉറക്കം വരുന്നില്ല. സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ സമയം പോയി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുകയും നടക്കുകയില്ല, കുടിയും നടക്കുകയില്ല. അതേന്നേ. ഇതിനൊരു കണക്കൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് ചെയ്യണം. അത് തന്നെ. അല്ലെങ്കിൽ പിന്നെ നമ്മളത് കൊടുത്തിട്ട് കാര്യവുമില്ല. അതാ പാകത്തിന് വന്ന് കഴിച്ചോളും. ആർക്കും ഉപകാരത്തെ കൊള്ളിയ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴത്തേനേ പോരകളുണ്ടല്ലേ തളർന്ന് കിടന്നേച്ചല്ലേ ഏറ്റുമല്ലേ. അത് തന്നെ. അന്നേരത്തിന് അതിൻ്റെതായ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ഷീണമല്ലേ? അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഇന്ന് മഴ പെയ്തോ? അത് കഞ്ഞിയായാലും നമ്മൾ വേണ്ട. പിന്നെ കൊടുക്കുമായാലും അത് കുടിക്കാനും വെക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുക. അതേന്നേ. അത് പ്രായത്തിൻ്റെ അല്ലേ? അത് ഈ ശരീരത്തിനും കൈക്കും കാലിനും ഒക്കെ നല്ല ആരോഗ്യം ഇല്ലെങ്കിൽ അങ്ങനെയാ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു കാര്യവും നടക്കുകയാണ്. പ്രായം കൂടുന്നതനുസരിച്ച് അങ്ങനെയല്ലേ? എല്ലാവർക്കും അതെ. ഇപ്പോൾ നമ്മൾ നല്ല പ്രായക്കാർക്കൊക്കെ അങ്ങനെയാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമാണ്. എല്ലാം ഒരു വകയാ. പിന്നെ മൊത്തം പ്രശ്നങ്ങളാ. പിന്നെ പ്രശ്നമാണ്. പിന്നെ ഒന്നും ചെയ്യത്തുമില്ല. സാമാന്യം ഒരു ഭക്ഷണം കഴിക്കത്തുമില്ല. എല്ലാം കുഴച്ചില്ല. വല്ലതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നവർക്കാണ് വലിയ കുഴപ്പമില്ല. അധികം ഭക്ഷണമൊന്നും കഴിക്കാതെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിച്ചവർക്കാണ് കുഴപ്പം കൂടുതൽ.
നേരത്തെ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്നവർക്കൊന്നും കുഴപ്പമില്ല കഴിക്കുന്നതിന്. അത് കഴിച്ചോണ്ട് ശീലിച്ച് പോന്നാൽ കുഴപ്പമില്ല. ആ കുഴപ്പമില്ലെന്നേ, അതല്ലേ. വല്ലപ്പോഴും ഒന്ന് കഴിച്ചിട്ടാ കുഴപ്പമാണ്. ആ ഇവിടുത്തെ അമ്മ ഇച്ചിരി ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ, ഒത്തിരി കഴിക്കില്ല, ഇച്ചിരി ഭക്ഷണം കഴിക്കുമായിരുന്നു. ഒരു ദിവസം പോലും മുടക്കാതെ കഴിക്കണം. എന്തായാലും ഉള്ളു ഒത്തിരി കഴിക്കാം. എന്തായാലും ക്ഷീണം മാറുള്ളതാനും ആ മരുന്ന് പിടിക്കുള്ളൂ, ആ ഭക്ഷണം പിടിക്കുള്ളൂ. ഇവിടുത്തെ അമ്മേ പിന്നെ മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റുള്ളൂ മരുന്ന്. ഇവിടുത്തെ അമ്മ നേരത്തെ ഇച്ചിരി ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ, ശകലം ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നുള്ളൂ. മരുന്ന് സമയത്ത് കഴിക്കണുണ്ടോ? ആ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ, നല്ല പ്രായത്തിലേ ഇച്ചിരിയേ ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ. എന്നിട്ട് ഭയങ്കര പണിയുമായിരുന്നു ആരാ? ഇവിടുത്തെ അമ്മയെ. അമ്മയ്ക്ക് എടുക്കാവുന്ന പണി എടുത്താൽ മതി. ആ അമ്മയ്ക്ക് ഇപ്പം പണിയൊന്നും എടുക്കാൻ മേല. ഇപ്പോൾ വല്ല ചക്ക പൊളിക്കാനോ ഇല്ലാത്ത ആവശ്യമില്ലാത്തല്ലേ എടുക്കാൻ പോകണം. ആ ഇപ്പം ഒന്നും എടുക്കുന്നില്ല. ഇപ്പോൾ വല്ല ചക്ക ചിലപ്പോൾ പശുവിനൊക്കെ കെട്ടാൻ പോകും, അതാ ഒരു കുഴപ്പമേ. ചിലപ്പോൾ പശുവിനൊക്കെ കഴിച്ച് കെട്ടാൻ പോകും. പശുവിനെ കെട്ടാൻ പോകുന്നേ, അതാണ് ഒരു കുഴപ്പം. ബാക്കി പിന്നെ അകത്തുള്ള പണിയൊക്കെ ഉള്ളൂ. ചക്ക ഇവിടെ ഉത്തരവില്ലാത്തതിനോട് കുഴപ്പമില്ല. വലത്തും വലിച്ചു വിട്ടിയത്. അത് തന്നെ, അത് പറഞ്ഞാൽ കേൾക്കില്ലെന്നേ. കണ്ട കാലിക്ക് അറിയത്തില്ല. അത് താഴെ നമ്മൾ പിടിച്ച് കയറ്റിക്കൊണ്ട് വരുമ്പം വലിച്ചുകൊണ്ട് പോകുമ്പോൾ അല്ലെ കയറ് മാറിപ്പോവുകയൊക്കെ ചെയ്താൽ അത് കുഴപ്പമാണ്. അതെ, അത് പറഞ്ഞാൽ കേൾക്കില്ല. എന്നാ ചെയ്യണേ? ആരും കാണാതെ പോയാൽ കഴിക്കും. അത് പ്രായം അതൊന്നും പറ്റത്തില്ല. അത് പറഞ്ഞാൽ കേൾക്കില്ല നീ. ഇപ്പം പശുവിനെ കഴിക്കണമെന്ന് പറഞ്ഞ് ഓടുക. അത് ശീലിച്ച് പോയില്ല. നേരത്തെ പശുവിനെ ഒത്തിരി അതായി കുഴപ്പം. അതേന്നേ, പണ്ട് ഒത്തിരി പശുവിനെ ചെയ്യാൻ തോന്നിപ്പോവും. തന്നെ തോന്നിപ്പോന്നാണ്. പണ്ട് ഒത്തിരി പശുവിനെ ആടിനൊക്കെ വളർത്തിയിട്ടുള്ള. എന്നാലും ഒരു പുരുഷനെ കരച്ചിലോ ഒരാളൊരു കന്നുകാലിയുടെ ബഹളോ ഒന്നും വയ്ക്കുകയില്ല. അപ്പം ഇതുങ്ങൾക്ക് സമാധാനം കൊടുക്കുക. അതാ ഒരു കുഴപ്പം. അപ്പം അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉള്ളൂ പ്രായം ചെന്നുകൊണ്ട്. അതൊക്കെ ചെയ്തില്ല. നിങ്ങൾ നാട്ടിൽ മനുഷ്യനിട്ടൊക്കെയായിരുന്നു. അതൊക്കെ എല്ലാം കൊടുത്ത് നിർത്തിയേക്കണമെന്നേ. എല്ലാം കൊടുത്ത് വയറൊക്കെ റെഡിയാക്കി നിർത്തിയേക്കണം. പക്ഷേ അമ്മ ഓടി അങ്ങ് പോയി കഴിക്കും, ആരും കണ്ടില്ലെങ്കിൽ. ഓടി ഒറ്റ വിടിയില്ല. എല്ലാം എപ്പോഴും നിറഞ്ഞൊക്കെ ഇരുന്നാൽ കുഴപ്പമില്ല. നിറച്ചൊക്കെ നിർത്തണേ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചുമ്മാ പോയി അഴിക്കും, തീറ്റ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, തീറ്റ കൊടുക്കാനൊക്കെ പറഞ്ഞുകൊണ്ട്, പശു അവിടെ നോക്കി നിൽക്കുക പറഞ്ഞുകൊണ്ട്. ഇന്ന് മഴ പെയ്തായിരുന്നോ? മഴ പെയ്തായിരുന്നോ? മഴ പെയ്തായിരുന്നോ? മഴയോ? ഇനി പെയ്യെന്ന് തോന്നുന്നു. മുമ്പേ ഒരു ചെറിയ ചാറ്റിപ്പോയല്ലേ? കാറ്റൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ആവശ്യത്തിനൊക്കെ പെയ്തോണ്ടിരിക്കുകയല്ല. മഴ ഇന്നലെ പെയ്തു. മതിയല്ലോ. കാറ്റെടുത്ത് പോയി. ക്ഷീണം കാരണമാണോ ഉറക്കമൊന്നും വരാത്തേ? രാവിലത്തെ ക്ഷീണം കാരണമാണോ ഉറക്കമൊന്നും വരാത്തതെന്ന്? രാവിലത്തെ ക്ഷീണം കാരണമാണോ ഉറക്കമൊന്നും വരാത്തതെന്ന്? രാവിലത്തെ ക്ഷീണം കാരണമാണോ ഉറക്കമൊന്നും വരാത്തതെന്ന്? ഞാൻ കിടക്കാൻ സമയമായില്ല. കഞ്ഞി കുടിക്കണം. കഞ്ഞി കുടിക്കണം. കുടിച്ചേച്ചാ കിടക്കാവുള്ളൂ. അത്രേ ഉള്ളൂ. 10-11 മണിയാവും, 12 മണിയാവും കിടക്കുമ്പോൾ. അതിപ്പോൾ ആരെങ്കിലും എടുത്ത് തന്നില്ലല്ലോ തോർത്ത് തന്നാൽ കുടിക്കാതിരുന്നേക്കരുത്. അതൊന്നുമില്ല, ആരും എടുത്തു തരാറൊന്നുമില്ല. കഞ്ഞി എടുത്ത് കുടിക്കാൻ നമ്മളെ കൊണ്ടത് മാത്രം വലിയ പാടുള്ള കാര്യം ഇല്ലെന്നേ. പിന്നെ നമ്മളങ്ങ് എടുത്ത് കുടിക്കും, അത് മതിയല്ലോ. മറ്റുള്ളവരെടുത്ത് തന്നെ സൗകര്യം അവരോട് തന്നെ എടുത്ത് കുടിക്കും. കാരണം അവനോട് ഉദ്ദേശിക്കുന്ന രീതിയിൽ കൂടെ ഇങ്ങനെ പോയാൽ മതി. അത് തന്നെ, നമുക്ക് ആവശ്യമുള്ള എടുത്ത് കുടിച്ചാൽ എല്ലാം കോനാറ് കാണിക്കും. അത് തന്നെ, ആവശ്യമില്ലാതെ കൂടുതൽ എടുത്തു തരും. അമ്മ നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് കുടിച്ചാൽ മതി. കഴിക്കാൻ അതാ നല്ലത്. അമ്മ തന്നെയാണോ എടുത്ത് കുടിക്കുന്നത്? അമ്മ തന്നെയാണോ എടുത്ത് കുടിക്കുന്നത്? ഞാനോ? ഞാനും ഇപ്പം കുറേ എടുത്ത് കഴിക്കാറ്. വീട്ടിലിരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ പിള്ളേരും അമ്മയൊക്കെ എടുക്കും, അങ്ങനെ തരും. വീട്ടിൽ അമ്മയാണ് എടുത്ത് തരുന്നത്. ഇവിടെ ഇപ്പം ആരും അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി? ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി? ഇവിടെ ആരാ തരാൻ എടുത്തു തരാനുള്ള ഓരോരുത്തർക്കും? ഇവിടെ ആരും ഇല്ല എടുത്തു തരാൻ. ഇവിടെയുള്ളവരെവിടെ പോയി? ഇവിടെയുള്ളവരെന്നപ്പോൾ എവിടെ പോയേക്ക് വന്നു? പിള്ളേർ സമയത്ത് കാണില്ല. പിള്ളേരെവിടെ പോകും? പഠിക്കാൻ പോകും. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയി കട്ടുന്ന പയ്യെ ഒരു ഉറക്കം കഴിയുമ്പോൾ ഏറ്റു വരും. അന്നേരം പിന്നെ ഒന്നും പറ്റിയത് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റും. നേരത്തെ ഉറങ്ങണമായിരുന്നല്ലോ.
ഉം? പകല് കിടന്ന് ഉറങ്ങി വന്ന് ആ? പകല് കിടന്ന് ഉറങ്ങി വന്ന് പകല് ആര്? എലിക്കുട്ടി ഞാൻ പകൽ കിടന്നില്ല. ഇല്ലേ പകല് പകൽ കിടക്കെ ഉറക്കമില്ല, വീട്ടിലായാലും ഇല്ല. ആണോ? ആ, അതിനാ പകല് കിടന്ന് ഉറങ്ങിയാനാ കുഴപ്പം? അത് എന്തിനാണ് എന്നാലും വൈകിട്ട് അതിൻ്റെ ക്ഷീണം ആണോ? അങ്ങനെ ഉറങ്ങിയ. പകൽ ഒത്തിരി പണിയുണ്ടോ? പകൽ ഒത്തിരി പണികളുണ്ടോ? ആ, പകലിൽ പണിയെടുക്കണം. ആ, എന്നാ പരിപാടി? പകല് പണിയെടുത്താലൊന്നുമില്ല ജോലിക്ക് തീരുമാനമുള്ളൂ. ആ, ഇപ്പം എന്നൊക്കെയാ പണിയുള്ളേ? ഇപ്പം നാളെ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്തില്ലെങ്കിൽ നാളെ ഉണങ്ങിയെടുക്കാൻ പറ്റും. ആ, എന്നാ ഉണങ്ങാനുള്ളേ? എന്നതാ ഉണങ്ങാനുള്ളേ? എന്നാ ഉണങ്ങാനുള്ളത് എന്നാന്ന്? ഉറങ്ങാനോ? ഉണങ്ങാൻ ഉണങ്ങാൻ ചകരിയായിട്ട് ആ മടലായിട്ടും പലതും ഇല്ലേ. ആ ആ അതൊക്കെ നല്ലപോലെ ഉണങ്ങിയില്ല, തീ കത്തുള്ളൂ. ആ, തീ കത്തിക്കാനായിട്ടല്ലേ? വെള്ളം പറ്റി ഉണങ്ങണം. ആ, ചൂട്ടൊക്കെ വെട്ടി വെക്കണം അല്ലേ? ആ, അതാണ് ഇരുന്ന പണി ഇന്നത്തെ. മറ്റുള്ള വിറക് പോലെ അല്ല ഇപ്പോൾ. ഇന്നത്തെ പണി അതായിരുന്നോ? വിറകാണെങ്കിൽ പിന്നെ പച്ചയായിട്ടുള്ളതൊക്കെ ആയാലും കൊത്തിക്കീറി ഇടാത്ത അടുത്ത് ഉണക്ക കയറിയല്ല. ആ, ഉണങ്ങിയല്ലേ? അപ്പോൾ കൊത്തിക്കയറണം. അന്ന് കൊത്തിക്കയറലായിരുന്നോ പണി? ഇന്ന് കൊത്തിക്കീറിയ വിറകൊക്കെ? വിറക് കൊത്തിക്കീറിട്ടാണ് കൊത്തിക്കീറിയണം. ആ, അല്ലെങ്കിൽ അകത്ത് ഉണക്കം കയറിയല്ല കത്തുമില്ല. ആ, ഇന്നാരാ കൊത്തിക്കീറിയേ? ഇന്ന് വിറക് കൊത്തിക്കീറിയത് ആരാ? ആരാന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇന്ന് എന്നായിരുന്നു പണി? പിള്ളേരും വല്ലവരും ആയിരിക്കും. ഇന്ന് എന്നായിരുന്നു പണി? പിന്നെ പകല് ഇന്ന് പകല് പിന്നെ എന്നായിരുന്നു പണി? അമ്മയാണോ? ആ, കൊത്തിക്കീറിയതാ. അമ്മയ്ക്ക് മേലെന്നേ, അമ്മയ്ക്ക് വിറകൊന്നും കീറാൻ മേല. അമ്മയൊന്നും അല്ല, ആ, പിന്നെ ആരാ? ചെറുക്കന്മാരും വല്ലവരും. ഏത് ചെറുക്കനായിരിക്കും? ഏത് ചെറുക്കനായിരിക്കും? അവനായിരിക്കും. ആര്? എൻ്റെ പേര് സാബുവോ? സാബുവാണോ? അവനല്ലേ ഒരു വിറകായാലൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് കൊത്തിക്കയറുന്നത്. ആണോ? പിന്നെ സാബുവാണ്. എന്നാൽ സാബു ആയിരിക്കും കൊത്തിക്കീറിയല്ലേ? ആണോ? അപ്പോൾ അവന് കോളേജിൽ പോണ്ടേ? ജോലിയില്ലേ? അങ്ങനെയൊക്കെ ചെയ്താലുള്ള തീരുമാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതങ്ങനെയൊക്കെ കിടക്കും, പൊരഞ്ഞ് ആ ആ ആ പിന്നെ പിന്നിച്ചെടുക്കുമ്പോൾ ഒന്നിനും കൊള്ളുമല്ല. അത് എന്നാ സാധനം ആയാലും അങ്ങനെ, ഭക്ഷണ സാധനം ആയാലും കൊള്ളാം, വിറകാണേലും കൊള്ളാം. ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്തേറ്റ് പരിപാടിയൊക്കെ നടത്തിയിരിക്കുന്നത് ചുവയിരിക്കുള്ളൂ. അപ്പോൾ സാബുവാണോ കൊത്തിക്കീറിയേ? സാബുവാണോ ഒന്ന് കൊത്തിക്കീറിയേ? പിന്നെ കഞ്ഞിയെ കുടിച്ച് കിടക്കാൻ നോക്കാം. ആ, കിടക്കാൻ പോവാ. അമ്മ ഉറങ്ങാതിരിക്കുന്നുണ്ടോണ്ട് വന്നല്ലേ? അമ്മയ്ക്ക് ഇന്ന് രാവിലത്തെ മേലാഴിയെ കണ്ടോണ്ട്, അമ്മയുടെ രാവിലത്തെ മേലാഴിയെ കണ്ടോണ്ടേ പോകാതെ ഇവിടെ ഇരുന്നോണ്ട് വന്നതല്ലേ? എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. ഇവിടുത്തെ അമ്മയ്ക്ക് ഇച്ചിരി മേലാഴിയായിരുന്നു രാവിലെ. അമ്മയ്ക്ക് ഇനി പ്രായം ചെല്ലുമല്ലേ, ഇനി അതിന് ഒന്നും നടക്കത്തുമില്ല, ഒന്നും ചെയ്യത്തുമില്ല. ആ, ഒന്നും ചെയ്യത്തൊന്നുമില്ല, നടക്കുകയൊക്കെ ചെയ്യാം. പണിയൊന്നും ചെയ്യാൻ പറ്റിയല്ലെന്നേ ഉള്ളൂ. എന്നാലും കുറച്ച് നടന്നു കഴിയുമ്പോൾ പെട്ടെന്ന് വേലാതിയാകും. ആ, ഇത് വല്ലയിടത്തും വീണമെങ്കിൽ പിന്നെ എന്നാ ചെയ്യും? ആ, അതെ അതെ, അതുകൊണ്ട് ഒത്തിരി നടക്കത്തൊന്നും പിടിച്ചോണ്ടല്ലേ നമ്മൾ നടക്കണേ അമ്മേനെ. എന്നാ വെച്ചാൽ പ്രായത്തിനനുസരിച്ചുള്ള ഓർമ്മശക്തികൾ ഉണ്ട്. അത് അനുസരിച്ച് നീങ്ങി പോകാൻ മറന്നു പോകും. ആ, ഓർമ്മയൊക്കെ കുറവാ. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ മറന്നു പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ നോക്കണേ. ഇപ്പം എപ്പോഴും അമ്മയുടെ കൂടെ വേണം ആള്. അമ്മ സമയത്ത് കിടക്കുമായിരിക്കും. ആ, അമ്മ സമയത്ത് കിടക്കും, ഭക്ഷണമൊക്കെ കഴിച്ചോളും, പിന്നെ ഇറങ്ങിപ്പോവും ആരോടും പറയാതെ. ചിലപ്പോൾ പശുവിൻ്റെ ഉറക്കമുണ്ടോ അല്ലേ? ആ, ഉറക്കമൊക്കെ ഉണ്ട്. ചിലപ്പോൾ പശുവിൻ്റെ അടുത്തോട്ട് ഓടും. ജനലേ കൂടെ നോക്കും പശു അവിടെ നിൽപ്പുണ്ടോ എന്ന്. എന്നിട്ട് ഒറ്റ ഓട്ടാ. ആ, ആരും കണ്ടില്ലെങ്കിൽ എവിടെയാ ഇരിക്കണേ? പശുവിൻ്റെ അടുത്തോട്ടേ. പശു നിൽക്കുന്ന സ്ഥലം നോക്കിയിട്ട് ഒറ്റ ഓട്ടം പശുവിനെ അയക്കാൻ വേണ്ടി. കൂട്ടില്ല? ആ, പശുവിനെ കൂട്ടിക്കെട്ടണമെന്നും പറഞ്ഞ്. എന്നിട്ട് കൂട്ടിക്കൊണ്ടാൽ കെട്ടും ചിലപ്പോൾ ആരും അറിയാതെ. അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ട്. അല്ലാതെ നേരത്തെ മുതൽ അങ്ങനെ ചെല്ലായിട്ട്? നേരത്തെ അമ്മ അല്ലായിരുന്നേ, പണ്ട് അമ്മ ചെയ്തുകൊണ്ടിരുന്നേ. ഇട കൊണ്ട് കെട്ടിയല്ല? ആ, ഇടയ്ക്ക് കൊണ്ട് മേലാതെ ആയില്ലേ?
മേലാത്ത ആയതോടുകൂടി പിന്നെ ചെയ്യിക്കാറില്ല, അമ്മ ചെയ്യാറുമില്ല. പിന്നെ ഇപ്പം ആരും കാണാതെ ഇരിക്കുമ്പോൾ ഓടിപ്പോയി ചെയ്യും. അത് ശരിയാണോ അല്ലേ? ഇപ്പം അതിനെയൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നോടെ ഇപ്പോൾ. ആ, ശുശ്രൂഷിക്കുക, എപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ശുശ്രൂഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാ പുറകെ എല്ലാം പോകണം. ആ, അതെ അതെ, നമ്മൾ ചെയ്യേണ്ടതല്ല നമ്മൾ ചെയ്താലേ പറ്റും. അതത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് രക്ഷ കിട്ടിയാൽ. ആ, നമുക്ക് രക്ഷയില്ല. നമുക്കും രക്ഷ വേണം, എല്ലാവർക്കും രക്ഷ വേണം. ഭക്ഷണമായാലും മനുഷ്യൻ കഴിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൊടുത്തു കെട്ടണം. പിന്നെ അതുകൂടെ പ്രാക്ക് കിട്ടിയല്ലേ അല്ലെങ്കിൽ അതുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകില്ല. തീറ്റയും കൂടിയൊന്നും പറ്റിയാലോ, പാലാളയിലൊന്നും നിർത്താൻ പറ്റിയല്ല, കിട്ടുകയില്ല. അപ്പം ആടുണ്ടോ? പശു മാത്രമേ ഉള്ളോ? ആടോ? ആ, ആടില്ലല്ലോ. ആടില്ലല്ലേ? ഇപ്പം കറക്കമുണ്ടോ? അല്ല, ആടുണ്ടോ? ആട് കറക്കാനുണ്ടോ? ഇല്ലല്ലോ. കറക്കാനുണ്ടോ? ഇല്ല, ഇവിടെ ആടുള്ളതായിട്ട് അറിയത്തില്ല. ആടിനൊക്കെ അധികം കടമില്ലല്ലോ. ഇല്ലേ? ഇല്ല, അതിനൊരു കണക്കുണ്ട്. ആ കണക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി പാല് കിട്ടിയല്ല. ആ, എത്ര ആടുണ്ടായിരുന്നു? എത്ര ആടുണ്ടായിരുന്നെന്ന്? ഇവിടെയാ? ആ, എനിക്കറിയത്തില്ലല്ലോ. അമ്മ ആട് വളർത്തി എത്ര എണ്ണം വളർത്തിയിട്ടുണ്ട്? എനിക്കറിയത്തില്ലേ. ഇവിടെ ഇപ്പം ആടൊന്നുമില്ല. നമ്മൾ ആടിനെല്ലാം കൊടുത്തായിരുന്നു. ഇവിടെ ഇപ്പോൾ പശു മാത്രമല്ല. നേരത്തെ വളർത്തില്ല. ഉണ്ടാവുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു. ആ, അതിൻ്റെ ഓർമ്മ ഇട്ടാണ്. ആ, അത് 1-2 പ്രാവശ്യത്തിൽ കഴിയുമ്പോൾ അതിന് തീരും. പിന്നെ കളിച്ചോണ്ടോടൊപ്പം കെട്ടും ഒക്കെ വലിയ പാടാം. അത് കാരണം അത് എല്ലാവരും വളർത്ത് ഇട്ടിച്ച് പോകും. ആ, ആട് വളർത്തിയാലാ പൈസ കിട്ടുന്നത്. ആടിനെ അതുങ്ങളെ പ്രത്യേകിച്ചുണ്ട് കെട്ടി കഴിയുന്ന ഒത്തിരി സൂക്ഷിക്കാനുണ്ട്. ആ, ആടിനാ പൈസ കിട്ടുന്നത്. ആട് വളർത്തിയാലാ പൈസ കിട്ടുന്നത്. പിന്നെ അതുങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കണ്ടേ? ആ, കുഞ്ഞുങ്ങളെയൊക്കെ നോക്കണം. കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയ കാശല്ലേ? ആട് വളർത്തിയ പൈസയാ. ആടിനാ വിലയുള്ളത്. ആടിനല്ലേ വിലയുള്ളത്? ആട് നല്ല വിലയാ ആടിന്. വിലയോ? ആട്ടുകുഞ്ഞിനൊക്കെ നല്ല വിലയാ. ആട്ടുകുഞ്ഞോ? ഇറച്ചിക്കൊക്കെ ഭയങ്കര വിലയില്ല. ആട്ടിറച്ചിക്കൊക്കെ 1000 രൂപയായി ആട്ടിറച്ചിക്ക് വില. 1000 രൂപയാന്നേ ആട്ടിറച്ചിക്ക് വില. ഒരാടിനോ? 1 കിലോ ഇറച്ചിക്ക്. വളർത്തിയാലോ? 1 കിലോ ആട്ടിറച്ചി ഇല്ലേ? 1 കിലോ ആട്ടിറച്ചിക്ക് 1000 രൂപയായി. ആ, അപ്പം ആടിന് നല്ല വിലയാ. അതിന് നേരത്തെ മുതൽ ആട്ടിറച്ചിക്ക് വില കൂടുതലുള്ള. ആ, വില കൂടുതലുള്ളതാ അല്ലേ? അമ്മ മേടിച്ച് കഴിച്ചിട്ടുണ്ടോ? പേരും പെരുമയും കൊടുത്ത് ആട്ടിറച്ചി കശാപ്പ് ചെയ്താൽ എല്ലാവരും മേടിക്കുകയും ചെയ്യുമായിരുന്നു. ആ, ഇപ്പം അതൊന്നും ഇല്ല. ഇല്ലല്ലേ? കശാപ്പും ഇല്ല, ഇറച്ചിയില്ല, ഒന്നുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ തീറ്റയും കൂടി അത് കൊടുക്കും. ആണോ? അതനുസരിച്ച് കിട്ടപ്പോലും ഉണ്ടോ? ആണോ? അവിടെ വിറ്റാലും പൈസയല്ലേ? അതൊക്കെ പാലുണ്ടെങ്കിലേ ഉള്ളൂ. ചായ കൂടി പിന്നെ നടക്കോളൂ, അല്ലെങ്കിൽ ഒന്നുമില്ല. ആ, ഇച്ചിരി കഫക്കെട്ടൽ പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇച്ചിരി കഫക്കെട്ടൽ പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ആർക്കാ? എലിക്കുട്ടിക്ക്. എനിക്കോ? ആ, അത് കാലാവസ്ഥയുടെ. ഇന്നലെ മഴ പെയ്തതിൻ്റെ ആണോ? ഇന്നലെ ഇന്നൊക്കെ മഴ പെയ്തതിൻ്റെ ആണോ? അത് ഓരോ അവസരത്തിലും മഴയുടെ കാലത്തും ചൂട് കൂടുതലുള്ള അവസരം ഇങ്ങനെയൊക്കെ ഉണ്ടായില്ല. അന്നേരമൊക്കെ ഓരോ മാറ്റങ്ങൾ വരും. ആണോ? അത് ലോകത്തിൽ ഉള്ളതല്ല മനുഷ്യർക്ക്, ഉള്ളതല്ലേ? മൃഗത്തിനായാലും ഉണ്ട്. ആ, അതുകൊണ്ടായിരിക്കും. അതിൻ്റെ തന്നെ. ഇന്നാണ് മഴ വന്നിട്ട് പെയ്തുമില്ലല്ലേ? ഇന്നാണ് മഴ വന്നിട്ട് ശരിക്കും പെയ്തുമില്ല. മഴ വന്നിട്ടേ ശരിക്കും പെയ്തുമില്ല, പെയ്യാതെ പോവുക ഇത്. തീയോ? മഴ 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 ഇന്ന് കാറ്റെടുത്തങ്ങ് പോവല്ലേ ഇത്. നാളെ നന്നായിട്ട് പെയ്താൽ മതിയായിരുന്നു. നീ പോയി കിടക്ക്. കഞ്ഞി കുടിച്ചില്ല? കുടിച്ചു. ആ, പോയേക്കുവാ. സമയം ഒത്തിരി. ആ, സമയമൊന്നും ഒത്തിരി ആയില്ല. 9 മണിയാകുന്നില്ലേ ഉള്ളൂ. സമയമൊന്നും ഒത്തിരി ആയില്ല. അമ്മ കിടക്കണ സമയമായില്ലേ ഉള്ളൂ. കഞ്ഞി കുടിച്ചില്ലേ? കഞ്ഞി കുടിച്ചായിരുന്നോ? 10-12 മണിയാകുമ്പോഴേ കിടക്കണ്ടേ. ആ, കഞ്ഞി കുടിച്ചായിരുന്നോ? ആരാ? അമ്മ
ഞാനൊന്നും ചെയ്തിട്ടില്ല. കഞ്ഞി കുടിച്ചില്ലേ? അതിനാ ഇതെന്നാ കഞ്ഞി കുടിക്കാതെ? ഇവിടെ ഇങ്ങനെ ഇരിക്കണേ? ആ ടേട്ടകം ഇതെന്നെ ഈ മകൻ ഇവിടെ വന്ന് ഇരിക്കണ ഇങ്ങനെ? ആരാ? ഈ മകനെ, അമ്മയുടെ മകനല്ലേ ജോമോൻ, എന്തിനാ ഇങ്ങനെ വന്ന് കൂടെ ഇരിക്കണേന്ന്? അവനെ തന്നെ വെച്ചോട്ട് കാണിക്കോ? വെച്ചോട്ട് കാണിക്കണോ? ഇന്ന് ഇവിടെ അമ്മയുടെ കൂടെ കിടക്കാൻ വന്നേക്കുവാണോ? കിടക്കാട്ട് കഞ്ഞി കുടിച്ചോ? കഞ്ഞി ഒന്നും ഇപ്പോഴൊന്നും കുടിക്കില്ല, 10-12 മണിയാവും കഴിക്കുമ്പോ. ഇല്ല, കഞ്ഞി കുടിച്ചിട്ടില്ല കിടക്കാൻ പറ്റും. ആ കഞ്ഞി കുടിച്ചാല് കിടത്തുവോ അമ്മ? പിന്നെ സമയമായില്ലേ? കഞ്ഞി കുടിച്ച അമ്മ കിടത്തുവോ കൂടെ? ഇപ്പൊ നേരത്തെ കഞ്ഞി കുടിച്ചാൽ കിടത്താൻ മതിയില്ല. അമ്മയുടെ കൂടെ കിടത്തുവോന്നാ ചോദിച്ചേ. അതെന്തിനാ? അതിനാ മകനല്ലേ കിടന്നോട്ടെ, വേണ്ട. അമ്മേനെ നോക്കുന്നതല്ലേ. വേണ്ടത് അങ്ങനെ കിടത്താ ഒരു സുഖമില്ല. അവന് സുഖമില്ല, അവന് സുഖം ഉണ്ടെന്ന്. രണ്ടുപേർക്കും ഇല്ല. അപ്പൊ രണ്ടുപേർക്കും ഇല്ലേ? അമ്മയ്ക്ക് സുഖം ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മകന് സുഖമുണ്ട്. അവനും ഇല്ല, എനിക്കും ഇല്ല. രോമാന് സുഖമുണ്ട്. അമ്മയുടെ കൂടെ അല്ലേ കിടക്കണത്? ആ പിന്നെ പ്രായപൂർത്തിയായ മക്കളെ കഴിഞ്ഞ് കിടക്കരുതല്ലേ? അപ്പൻ്റെ അമ്മയുടെയും കൂടെ കിടന്ന സുഖമില്ല. സുഖമില്ല. ആ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊത്തിത്തിരിക്കുന്ന പോലെ പറഞ്ഞു വിടണം അല്ലേ? ഉറക്കം ഉറക്കം ഒന്നും വരിക. ഉറക്കമൊന്നും വരികയല്ല. ചുമ്മാ വേണമെങ്കിൽ ഒന്ന് കിടന്നോട്ടെ അല്ലേ? പിന്നെ അത് തന്നെയല്ലേ ഇവർക്കൊക്കെ ഒരു സമയമുണ്ടല്ലോ, ആ കിടക്കണ സമയം. ആ സമയത്ത് വല്ലതും കഴിച്ചിട്ട് കിടക്കണം. കിടക്കണം. ഇതിന് ഉറക്കമൊന്നും ഇല്ലെന്നേ. എന്തെങ്കിലും ഉറക്കം വരുള്ളൂ. ഇതിന് ഉറക്കം ഇല്ലമ്മേ. ഉറക്കം കുറവാ. ഉറക്കം കുറവാന്ന്. ആകെ 2-3 മണിക്കൂർ അവർ ദിവസം കണ്ടാലുണ്ടല്ലോ പിന്നോട്ട് വരുമ്പോ ഒട്ടു. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഞങ്ങളൊന്നും പറഞ്ഞാൽ കേക്കിയല്ല. അനുസരണ കുറവാ. അമ്മ അന്ന് അടിക്കാഞ്ഞതിന്റെ കുഴപ്പാ. അല്ല അതിപ്പോ അറിയാം. ചെറുപ്പകാലത്ത് അമ്മ അടിക്കണായിരുന്നു, നല്ല ചൂരന് മേടിച്ചിട്ട് അടിക്കണായിരുന്നു. അതെ, ഇനിയിപ്പൊ അടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ ഇതിനെ അടിക്കാൻ പറ്റുമോ? തന്നെ ഇതെല്ലാം മനസ്സിലാക്കി എടുത്തു. തന്നെ ഒന്ന് മനസ്സിലാക്കിയാലെന്ന് എനിക്ക് തോന്നുന്നത്. കൊച്ചുങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ അവന് ശ്രദ്ധിച്ച് നോക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ചുമ്മാ പറഞ്ഞ അല്ലേ? അയക്കാതെ പറയണ അല്ലേ മേ? ചുമ്മാ പറഞ്ഞ അല്ലേ? ചുമ്മാ പറയണൊന്നും അല്ല. ശരിയല്ലേ അമ്മ ഞാൻ പറയണത്? ശരിയല്ലേ പറയണത്? എന്നാ ജോമോനെ പറ്റി പറഞ്ഞൊക്കെ ശരിയല്ലേ? പിന്നെ കണ്ടോ അമ്മ എന്റെ കൂടെ. ജോമോൻ എല്ലാം കല്ലും കഴിച്ച് നീ കിടന്ന് ഉറങ്ങാൻ. അത് ഉറക്കയില്ലെന്നേ. ചുമ്മാ കുത്തിയിരുന്നിട്ട് എന്നാ കാര്യം? അതിന് ഉറങ്ങാൻ മരുന്ന് കൊടുക്കേണ്ടവരൊന്നും എനിക്ക് തോന്നുന്നു. ഉറങ്ങിയല്ല. ഉറങ്ങിയല്ലെന്നേ. അതിനാ ഫോണെ കുത്തിയിരിക്കും, കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരിക്കും, അങ്ങനെ ഇരിക്കും. എല്ലാത്തിനും മറുപടി കൊടുത്ത് വരുന്നു കഴിഞ്ഞ് കടക്കണ സമയം ഒരു സമയാവും. അയ്യോ, അങ്ങനെ ഇന്ന ഉറക്കം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ഉണ്ടായില്ല വലിയ പാടാ. പിന്നെ എന്ത് കുഴപ്പമെന്നറിയാവോ? എന്തോ ഉള്ളത് കളഞ്ഞിരുന്നില്ല. പറഞ്ഞ കേക്കില്ല. ആരോഗ്യം പോയല്ലേ? ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണ്ടേ? അപ്പൊ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരല്ലേ? അതേന്നെ. ഇവർക്ക് തന്നെ ഇതൊക്കെ പുസ്തകം വായിച്ച് എല്ലാം മനസ്സിലാക്കി എടുക്കാം. പുസ്തകം ഇനിയൊന്നും വായിക്കണ്ട, അല്ലാതെ തന്നെ ലോകവിവരം ഇല്ലേ? പിന്നെ എന്നാത്തിനാ പിന്നെ ഇതിന്റെ തള്ളി വെക്കണ്ട? ഇത് വേറുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, അവനവന്റെ കാര്യത്തിന് അവനവന് തന്നെ ശ്രദ്ധ വേണം. ഇവരൊന്നും പുസ്തകം വായിക്കില്ല. നീ ഇവരൊന്നും പുസ്തകം വായിക്കില്ല. വായിച്ച് കൂടുതൽ വായിച്ചു പോയിട്ട് ഉറക്കം ഇല്ലാണ്ടായി പോയത് അമ്മയ്ക്കറിയാവോ? ഇവരൊന്നും പുസ്തകം വായിക്കില്ല. പുസ്തകം വായിച്ചു പോയി. ഇവരൊന്നും പുസ്തകം വായിക്കും. ഇവരൊക്കെ പുസ്തകം അലർജിയാ. എനിക്ക് അലർജി. എനിക്ക് ആവശ്യത്തിന് ഉറക്കമുണ്ട്. ജോമ പുസ്തകം വായിച്ച് വായിച്ച് ഉറക്കം ഇല്ലാണ്ടായി പോയി. ഇവരൊന്നും പുസ്തകം വായിക്കില്ല. കഞ്ഞിയെ കുറിച്ച് ഒന്ന് ഇന്നെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറയല്ലേ? കിടന്ന് ഉറങ്ങും. അല്ല, ഉറക്കം അങ്ങനെ എന്നാ വലിയ ക്ഷീണമെന്ന് അറിയാവോ? പിന്നെ ഒരു കൂട്ടവും ചെയ്യാൻ പറ്റിയല്ല. എന്ത് ചെയ്യണമെന്നൊക്കെ മറന്നു പോവാ. ഇപ്പം അവിടെ പോയിട്ട് തിരിച്ചു വരും. എടുക്കണ കാര്യം മറന്നുപോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ പോവാ. എന്നതൊക്കെ അവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കൊച്ചിനാ ഈ മനുഷ്യൻ അമ്മയുടെ മകനില്ലേ ജോമോൻ, എവിടെ രാത്രി പോയത്? ഒരു സ്ഥലത്ത് പോകും എന്തെങ്കിലും എടുക്കാനായിട്ട്. അവിടെ ചെന്ന് കഴിയുമ്പോ അത് എന്താ എടുക്കേണ്ടതെന്ന കാര്യം മറന്നു പോകും. എന്നിട്ട് തിരിച്ചു വരും. അതിന് പിന്നെ ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഓർക്കും അതെടുക്കാനാണല്ലോ പോയത്, അതെടുത്തില്ലല്ലോ എന്ന് പിന്നെയും പോകും. അയ്യോ, ഇപ്പോഴും ഇത്ര അത് മുന്നോട്ട് വരുമ്പോഴായിരിക്കും ചോദിക്കും. ഇതിലെല്ലാം എല്ലാ കാര്യവും ഓർത്തിരിക്കണം. എന്നിട്ട് അത്യാവശ്യപ്പെട്ടതെല്ലാം എടുക്കുകയും ചെയ്യുകയും ചെയ്യണം. അല്ലെങ്കിൽ എല്ലാം കുഴഞ്ഞു പോകും. അമ്മ ഒരു ദിവസം ഇരുത്തി ഉപദേശിക്കും. മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ആദ്യം ചിന്തിച്ചെല്ലാം അതെല്ലാം ചെയ്തിട്ടായാലും മറ്റുള്ള കാര്യം ചെയ്യാം. അല്ലെങ്കിൽ
എല്ലാം വിട്ടുപോകും. എന്നുവെച്ചാൽ പിന്നെ കണ്ട് കുറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഭക്ഷണവും കഴിക്കുകയല്ല, ഉറക്കവും ഇല്ല, ഭക്ഷണവും കഴിയില്ല. ആ അങ്ങനെ ഒരു പണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണി തീരാതെ ഭക്ഷണം കഴിക്കാൻ വരികയല്ല. അല്ല, ഈ പ്രായത്തിലൊക്കെ ഭക്ഷണം കഴിക്കാൻ എന്നാ ചെയ്യണം? ഉപവാസ കൂടുതൽ ദിവസവും പറഞ്ഞാലും കേൾക്കുകയല്ല. ഇപ്പൊ കഴിക്കേണ്ട പ്രായ മറ്റു കുഴപ്പമൊന്നുമില്ല, മറ്റു കുഴപ്പമൊന്നുമില്ല. ആ അമ്മ പറയും, അമ്മ ഒരു ദിവസം ഇവിടെ ഇരുത്തി ഒരു ക്ലാസ് എടുക്ക്, ആ സമയത്ത് കഴിച്ചു കിടക്കണം കേട്ടാ. ഞാൻ പറഞ്ഞാലും കേൾക്കുകയല്ല. ശരി, കഫക്കെട്ടലുണ്ടെന്നോ? സമയത്ത് കിടന്ന് ഉറങ്ങുകയും ചെയ്യണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നീടുണ്ടല്ലോ ഉറക്കവും ഇല്ല, കിടപ്പും ഇല്ല, ഊണുമില്ല, ഒന്നുമില്ല. എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ കുഴച്ചില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റും? ചോദിച്ചു പറഞ്ഞു കൊടുക്കമ്മ. ഇപ്പൊ ആരെങ്കിലും എപ്പോഴും സ്ഥലത്ത് കാണുമോ? അതെ അതും ഓർക്കണം. ഞാൻ പോവാട്ടാ, ഞാൻ പോവാ. നീ പോയി കിടന്നോ? ഞാൻ കിടക്കുവല്ല, ടി വി കാണാൻ പോവാ. അമ്മയുടെ വീഡിയോ കാണാൻ പോവാ. എന്നാ കാണാൻ? അമ്മയുടെ വീഡിയോ കണ്ടിട്ട് എന്താ അഭിപ്രായം പറഞ്ഞതെന്ന് എനിക്കൊന്ന് അറിയണം. അതിനു വേണ്ടി ഞാൻ പോയിരിക്കണം. എനിക്കിത് കണ്ടാലേ സമാധാനം വരുള്ളൂ. ടി വി കാണാനോ? അമ്മയുടെ വീഡിയോ ഇല്ല, അമ്മ ടി വി വരും. ഒരു അമ്മ ടി വി വരികയല്ലേ, ആ അമ്മേനെ കണ്ടിട്ട് വരട്ടെ. കാണാൻ പോകുന്നുണ്ടോ? അമ്മ വന്നിട്ടാ കാണാൻ? അമ്മ വരികയല്ലേ ടി വിയില്, അതിനെ ഒന്ന് കാണാൻ പോവാ. എനിക്ക് അതിനെ ഇന്ന് കാണണം. നീ പോയി കണ്ടോ? ആ ഞാൻ പോവാണേ. എനിക്ക് ഇഷ്ടമില്ല. ആ അമ്മ നിങ്ങൾ രണ്ടുപേരോട് വർത്താനം പറയട്ടാ, എന്നെ ഉപദേശിക്കാൻ. അവരും പോയിട്ട് നീയും പോയി കഴിക്കടാ. സമയം കണ്ടപോലെ പോകുന്നേ. ഉറങ്ങാൻ പറ നേരത്തെ. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിയില്ലേ പിന്നെ ഭയങ്കര പാടാ, ക്ഷീണമാ മനുഷ്യന്, ആരോഗ്യ ഉറക്കം സമയത്ത് ഉറങ്ങിയില്ലേ പിന്നെ ആ മനുഷ്യർക്കൊന്നും ചെയ്യാനും പറ്റിയല്ലോ. എൻ്റെ കയ്യിൽ ഓർമ്മയില്ല, ഒന്നിൻ്റെ അറ്റം മൂലയൊക്കെ ചെയ്തിട്ട് പോകും. എന്നാ പണിയാണെങ്കിലും അടുക്കും ചിട്ടയ്ക്ക് കൃത്യമായിട്ട് തീർന്നെങ്കിലാവും. അതുകൊണ്ട് കാര്യമുള്ളൂ, താനും കാര്യത്തിൽ തീരുമാനമുള്ളൂ. ഇനി കിടന്നുറങ്ങാൻ അധികം സമയമില്ല. ഇനി കഞ്ഞിയും കുടിച്ചും കിടക്കാത്തോ കൊടുക്കാറായി ഉറക്കമുണ്ടെന്ന് തോന്നും. ചാച്ചനാ? ചാച്ചൻ ഉറങ്ങുവാ. ഉറങ്ങുവാണോ? പിന്നെ ചാച്ചൻ നല്ല ഉറക്കത്തില്ല. അങ്ങനെ ഉറങ്ങണം. അപ്പൊ നമുക്ക് പറ്റിയില്ല, നമുക്ക് അതിനുള്ള സമയമായില്ല. വല്ലിക്ക് ഭയങ്കര ക്ഷീണം. ചാച്ചനെ പോലെ ഉറങ്ങാനുള്ള സമയമായിട്ടില്ല. അത് ഒരു കാര്യം ചെയ്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് അതെല്ലാം കുഴപ്പിച്ച് കളഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ചാച്ചനെ പോലെ ഇപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല, അതിനുള്ള സമയം നമുക്കായില്ല. ഇനി ഇത്ര ഒരുപാട് സമയമായി, ഇനി ഒന്നെങ്കിലും ഉറങ്ങണ്ടേ. പിന്നെ കിടക്കാൻ തോന്നും. കുടിച്ചില്ലേ കഞ്ഞിയും കുടിച്ചു കിടക്കും. നമ്മ ഉറങ്ങിക്കോ. പപ്പായൊക്കെ കഞ്ഞി കുടിച്ചാണ് കിടക്കണം. പപ്പായോ? അവരൊക്കെ കഴിച്ചോ? പപ്പായ കഞ്ഞി കുടിച്ചില്ല. ഇല്ലേ? പപ്പായ കഞ്ഞി കുടിക്കാൻ പോയി. അവളും കുടിച്ചില്ലേ? ആരാ? അവിടെ വേണ്ട. ജോമോളാണോ? ആണോ? അവളൊക്കെ കുടിക്കേണ്ടതാണ്. അവള് കുടിച്ചു കാണും. എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമുണ്ട്. കൃത്യം ഭക്ഷണം കഴിക്കുന്നത് 12 മണിയാകുമ്പോഴും ഒരു 10 മണിയാകുമ്പോഴും ഇങ്ങനെ രാത്രിക്ക് ഇതിനൊക്കെ ഒരു നിയമം. ആ നിയമം പാലിച്ചു പോകണം, എന്നെങ്കിൽ ആ ജീവിതം സുഖം വൃത്തിയായിട്ട് പോകുള്ളൂ. ഇടയ്ക്കിടയ്ക്കട്ടെ അറ്റം പോലെയൊക്കെ തൊട്ട് കഴിച്ചു എല്ലാം കുഴപ്പിച്ചിട്ടേച്ച് പോയാലുണ്ടല്ലോ ആ മനുഷ്യന് ആരോഗ്യം വയ്ക്കുകയല്ല, ഒന്നും ചെയ്യാനും പറ്റി. അമ്മമാർക്കായാലും കൊള്ളാം, അപ്പന്മാർക്കായാലും കൊള്ളാം, മക്കൾക്കായാലും കൊള്ളാം. ഓരോരുത്തർക്കും ഓരോ പ്രായമുണ്ട്. ആ പ്രായം കഴിയുന്നവരിക്കും ശ്രദ്ധ വേണം. മറ്റുള്ളവരെ കഴിപ്പിക്കാനായാലും ഉത്സാഹിക്കുകയും ചെയ്യണം. സമയം ഒരുപാടായി, ഇനി ഒന്നുറങ്ങാൻ നേരമില്ല. കഞ്ഞി കുടിച്ചില്ല, പോയി കുടി. കഞ്ഞി കുടിക്കാൻ പോവാ. അത് ഉറങ്ങിയില്ലേ? എന്നോട് ഉറങ്ങാൻ പോയാൽ പറഞ്ഞിട്ട് കിടന്നില്ലേ? ഞാൻ കിടന്നില്ല, അമ്മ കിടന്ന് ഉറങ്ങിയില്ലേ?
ഞങ്ങൾക്ക് പ്രയത്നമില്ലാതെ. പേറ്റതാണോ? അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.